അടിപൊളി. നമ്മൾ അന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടായ അതേ ഫീല് തന്നെ ഇപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ദേവദൂതൻ വീണ്ടും സ്ക്രീനിലേക്ക് കാണാൻ സാധിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇമ്പാക്റ്റാണ്. പിന്നെ ജഗതി ചേട്ടൻ ഇല്ലായിരുന്നു എന്നുള്ളൊരു കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി. കുറെ വർഷത്തിന് ശേഷം കണ്ടത് ഒരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ എക്സ്പീരിയൻസ്. അറ്റ്മോസ്ഫിയറൊക്കെ മിക്സ് ചെയ്തിട്ട് സൗണ്ട് സിസ്റ്റം അടിപൊളിയായിരുന്നു. ബാലൻസ് കൂടെ അടിപൊളിയായിരുന്നു. ആദ്യം എടുത്തിട്ട് കാണുന്നത് അതിൻ്റെ ഒരു ഇത് വേറെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ക്വാളിറ്റി പക്ക 4K സൊല്യൂഷൻ അല്ലേ, അതിൻ്റെ ആയിട്ടുള്ള എല്ലാ ഇതുണ്ട്. അടിപൊളിയായിരുന്നു. ഫസ്റ്റിൽ എന്തോരോയിൽ തുടങ്ങി നമ്മൾ ആ മ്യൂസിക്കൽ ജേർണിയിലേക്ക് കയറുന്നതിന് എല്ലാ പാട്ടുകളും 4K കേൾക്കുമ്പോൾ നല്ല ഫീൽ ഉണ്ടായിരുന്നു. മ്യൂസിക്കൽ ട്രീറ്റ് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഇതൊന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതല്ലേ 4K വലിയൊരു സ്ക്രീനിൽ. അപ്പോൾ നല്ല രീതിയിൽ ട്രിം ചെയ്തിട്ടുണ്ട്. ഫൈറ്റുകളെല്ലാം ഒഴിവാക്കി കുറച്ച് അത്രയും ലെങ്തേ ഉള്ളൂ പടത്തിന്. അപ്പോൾ അത് കൂടുതലും നമുക്ക് ഈ സീൻസിൽ മാത്രമായിരുന്നു, ബാക്കിയൊന്നും ഫോക്കസ്ഡ് അല്ലാത്തതുകൊണ്ട് ഹൊറർ മ്യൂസിക്കൽ ഫീൽ മാത്രം നല്ല രീതിയിൽ ഫീൽ ഉണ്ടായിരുന്നു പടത്തിന്. ഒന്നും പറയാനില്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ദേവദൂതൻ വീണ്ടും സ്ക്രീനിലേക്ക് കാണാൻ സാധിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇമ്പാക്റ്റാണ്. പ്രത്യേകിച്ച് മ്യൂസിക് സോങ്സൊക്കെ വിദ്യാസാഗറിൻ്റെ കമ്പോസിഷനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് വീണ്ടും എന്തോരോ മഹാനുഭാവലൊക്കെ തിയേറ്ററിൽ ഇത്രയും വലിയ സ്ക്രീനിൽ ലാലേട്ടനെ കണ്ടുകൊണ്ട് അത് കേൾക്കാൻ പറ്റിയപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു. അയാൾ സംഗീതത്തിൻ്റെ രാജാവാണെന്നൊക്കെ ലാലേട്ടൻ പറയുന്നത് ഗംഭീര ഇമ്പാക്റ്റാണ്. പിന്നെ പഴയ ചില സാധനങ്ങളൊക്കെ ഇവർ ട്രിം ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. പടം കാണുമ്പോഴത്തേക്കും ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. ഓവറോൾ ജഗതിച്ചേട്ടൻ്റെ സീൻ കട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ സമയത്ത് ഭയങ്കര ഹ്യൂമറാണ്, അല്ലെങ്കിൽ ബിൽഡപ്പായിട്ടൊക്കെ കുറേ സാധനം ചെയ്തിട്ടുണ്ടല്ലോ മാസൊക്കെ കാണിക്കാൻ. അത് ട്രിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൊള്ളാം. അത് പടത്തിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ പോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഒന്നുമില്ല. ആ മെയിൻ ത്രെഡിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ രസമുണ്ട്, അത് കാണാനും ഇമ്പാക്റ്റ് ഉണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല. എവിടെ 1-2 സ്ഥലത്ത് മാത്രമേ നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുള്ളൂ, ബാക്കി എല്ലാം അടിപൊളി. നല്ല രീതിയിൽ റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാം മ്യൂസിക് ആണെങ്കിലും എല്ലാം അവർ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട്. പറയണോ? അറ്റ്മോസ്ഫിയർ അതാ പറയാം. അറ്റ്മോസ്ഫിയർ കേട്ടുമ്പോൾ ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഫീൽ ആയിരുന്നു. എന്തോരോ മഹാനുഭാവലോ, അതുപോലെ തന്നെ നമ്മുടെ അലീന ആ പാട്ടൊക്കെ ഭയങ്കര ഫീലായിരുന്നു. പൂവേ എല്ലാ പാട്ടുകളും. 21 കൊല്ലത്തിന് ശേഷം പടം കണ്ടതിൽ വലിയ സന്തോഷം. നമ്മൾ ചെറിയ പെട്ടിയിലിരുന്ന് കണ്ടിട്ട് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പം അത് വളരെ മനോഹരമായിട്ട് തോന്നി. പിന്നെ ജഗതി ചേട്ടൻ ഇല്ലായിരുന്നു എന്നുള്ളൊരു കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും പറയാൻ എനിക്ക് അതിനെക്കുറിച്ച് ഡോൾബി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. സൗണ്ടൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല പിക്ചർ ക്വാളിറ്റി കൊള്ളാം എന്ന് പറയാൻ പറ്റുള്ളൂ. ട്രിം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രിം ചെയ്തിട്ടുണ്ട്. അല്ലെ ഇപ്പം മൊത്തം കാണിക്കാനാണെങ്കിൽ പടം ഇപ്പോൾ തീരത്തില്ല, 10 മണി വരെ കാണിക്കേണ്ടി വരും. അല്ലേ, അതിൻ്റെ പോരായ്മകളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പടം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കാണണം, തിയേറ്ററിൽ കാണണം. അത് തന്നെയാണ് പറയാനുള്ളത്. ആ ഒരു നമ്മൾ അന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടായ അതേ ഫീല് തന്നെ ഇപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ ട്രിം ചെയ്തൊന്നും അറിയുന്നില്ല, നമ്മൾ ഇരുന്ന് കണ്ടു പോകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. നമ്മളൊക്കെ 90s കിഡ്സാണ്. ഞാൻ 90s കിഡ്സാണ്. അപ്പം അത് അന്ന് കണ്ട അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അന്ന് കണ്ട ആ ഒരു ഫീല് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഫീല് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അന്ന് നമുക്ക് ആ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റാത്തതിൻ്റെ എല്ലാ പോരായ്മകളും ഇന്ന് പരിഹരിച്ചിട്ടുണ്ട്. പറഞ്ഞ ജഗതി ചേട്ടനില്ല എന്നുള്ളൊരു ഒരു സങ്കടമാണ്. ജഗതി ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ സീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു. നല്ല തിയേറ്ററാണ്. ക്വാളിറ്റി ഉണ്ട്, നല്ല നല്ലോണം. റീ എഡിറ്റ് ഉണ്ടോ? കുറച്ച് കട്ടിങ് വന്നിട്ടുണ്ട്, കുറച്ച് ഫൈറ്റ് സീനൊക്കെ കട്ടിങ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് പുതിയ വർഷം? കൊള്ളാം, അടിപൊളിയാ. നല്ലായിരുന്നു. അത് നല്ല രീതിയിൽ ക്ലാരിറ്റി ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. മസ്റ്റ് വാച്ച് ആണ് അത്. അറ്റ്മോസ് അടിപൊളിയാ. സൂപ്പർ കൊള്ളാം. ഒരു വട്ടം കണ്ടതല്ലേ, വീണ്ടും പിന്നെ നല്ല കൊള്ളാം. 4K കണ്ടിട്ട് നല്ല സൂപ്പറായിരുന്നു. നല്ലതായിരുന്നു. പിന്നെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ലതായിരുന്നു. പാട്ടും എല്ലാം നല്ലതായിരുന്നു. പ്രിന്റ് കുഴപ്പമൊന്നുമില്ല, നല്ല പ്രിന്റ് ആയിരുന്നു. റീഎഡിറ്റും കുറച്ച് ട്രിം ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നല്ലൊരു ഫ്ലോ ഉണ്ട്. കുറേ നാൾക്ക് ശേഷം കണ്ടതാണെങ്കിലും
കാണുവാണെങ്കിലും ആ ഒരു ഫ്ലോ ഉണ്ട്. ഇപ്പോഴത്തെ യുവതലമുറക്ക് കാണാൻ പറ്റിയ രീതിയിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. ഒന്നാമത് മലയാളത്തിൽ ഏറ്റവും നല്ല ക്ലാസിക്കൽ കൾട്ടായിട്ടൊരു പടമാണ്. പിന്നെ ആ മ്യൂസിക് ആണെങ്കിലും ഇപ്പം ആക്ടിങ്ങിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പുള്ളിയുടെ. തിയേറ്റർ വാച്ച് ഫസ്റ്റ് ടൈം അല്ലേ? ഞാനിത് ഇപ്പോൾ എനിക്ക് 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പടം പിന്നെയും കാണുന്നത്. അപ്പോൾ ആ ഒരു നൊസ്റ്റാലിക് ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ആ സോങ് കാണിക്കുന്നുണ്ട്, അത് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതിന്റെ ഡോൾബി അറ്റ്മോസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു. പാട്ടൊക്കെ നല്ല രീതിയിലാണ്. പാട്ടും നല്ലതായിരുന്നു. ഇപ്പം 4K കണ്ടുകൊണ്ട് ആ ഒരു ഫീലുണ്ട്, നല്ലൊരു ഫീലുണ്ട്. പാട്ടൊക്കെ റീവർക്ക് ചെയ്തിട്ടുണ്ടോ? റീവർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ പൂവേ പൂവേ അതെല്ലാം അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ മറ്റേ ടൈറ്റിൽ സോങ് മറ്റേ ഹാർമണി അതില്ലേ, അതും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത് രാവിലെ. ഒന്നുകൂടെ ചിലപ്പോൾ ഒന്നുകൂടെ കാണും. അത് തൃശ്ശൂർ അകത്തിരുന്നത് കാണുന്നുണ്ട്.